ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറമ്പിലാണുള്ളത്. അപ്പോൾ പറമ്പിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പറമ്പിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ ആദ്യം കൃഷി തുടങ്ങിയപ്പോൾ നമ്മൾ റോബസ്റ്റ, കപ്പ, ഏത്തൻ, രസകദളി, പാളയംകുടൻ ഈ 5 വെറൈറ്റിയാണ് നമ്മളിവിടെ കൃഷി തുടങ്ങിയത്. അപ്പോൾ അതിൽ ഏത്തൻ ഏകദേശമല്ല എല്ലാ ഏത്തനും കൊലച്ച് കൊല മുറിയുകയും ചെയ്തു. നമുക്ക് ഇടയ്ക്ക് കുറച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം ഇല്ലായ്മ കാരണം അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ നല്ല വിളഞ്ഞു വരുമ്പം മുറിക്കുന്നു, കൊണ്ട് കൊടുക്കുന്നു. 1-2 നമ്മൾ വീട്ടിലത്തേക്ക് തന്നെ ഉപയോഗിച്ചു. പിന്നെ അതിനി ഒരു കൊല മാത്രം നല്ല വിളവായി, ഏകദേശം വിളവായിട്ടുണ്ട്. 1-2 ആഴ്ചക്കകത്ത് നമുക്ക് മുറിക്കാൻ പറ്റും. പിന്നെ ഇനി ലാസ്റ്റ് നട്ട ഒരു 5 മൂട് ഏത്തൻ ഇപ്പോൾ ഉണ്ട്. അത് ചെറിയ ഈ സൈസേ ആയിട്ടുള്ളൂ. അത് നമ്മൾ ഈ മുറിച്ച ഏത്തൻ നട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ നട്ടത്. അതിന് അടുത്ത് നമ്മൾ വെച്ചത് റോബസ്റ്റയാണ്. റോബസ്റ്റ ഈ ഒരെണ്ണം കൊലച്ചു ഇത്രയും ഇങ്ങനത്തെ ഒരു കൊല ആയിട്ടുണ്ട്. ഇനി ബാക്കി 3-4 കൂടെ കൊലയ്ക്കാനുണ്ട്. അതിവിടെയല്ല, ഇതിൻ്റെ ചുറ്റും തന്നെ നിപ്പുണ്ട്. പിന്നെ അടുത്തുള്ളത് രസകദളിയാണ്. രസകദളി 2 മൂട് കൊലച്ചു. നമുക്ക് ഒരെണ്ണം ഇതേ നിപ്പുണ്ട്. ഇതാണ് ഒരെണ്ണം, ഫസ്റ്റ് കൊലച്ചത് ഇതാണ്. പിന്നെ താഴെ ഒരെണ്ണം കൂടെ കൊലച്ച് നിപ്പുണ്ട്. ബാക്കിയുള്ളത് എല്ലാം കൊലയ്ക്കാറായി നിപ്പുണ്ട്. നമുക്ക് ഏത്തനിൽ ഇനി ഈ ഒരു കൊല കൂടെയാണ് മുറിക്കാനുള്ളത്. ഒരു മാസത്തിനകത്ത് 2-3 ആഴ്ച ആകുമ്പം ഇത് കറക്റ്റ് വിളവാകും എന്നാണ് നമ്മളെ വിശ്വാസം. ഇനി അടുത്ത് നമ്മുടേത് കപ്പയാണ്. കപ്പ ഇവിടെ ഒരു 5 മൂടുണ്ടായിരുന്നു. ഒരെണ്ണം കേട് വന്ന് അതിനെ വെട്ടി ഇട്ടിട്ടുണ്ട്. ബാക്കി 4 ഇങ്ങനെ നിപ്പുണ്ട്. പിന്നെ നമുക്കുള്ളത് പാളയംകുടനാണ്. പാളയംകുടൻ ആ സൈഡിലൊക്കെ നിപ്പുണ്ട്. അത്യാവശ്യം കൊലകൾ കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഒരെണ്ണം വിളഞ്ഞ് ഏകദേശം മുറിക്കാറായതാണ്. കണ്ടാൽ അറിയാം. ഒരാഴ്ച പരമാവധി അതിനകത്ത് നമുക്കിത് മുറിക്കാൻ പറ്റും. ഇപ്പം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിവിടെ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സൊക്കെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഉപയോഗം, കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് നമുക്ക് നല്ല വേനലായിരുന്നു. അപ്പം ഇതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. പമ്പ് മീൻസ് കിണറ്റിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് വെള്ളം നിറച്ചിട്ട് ഇതിൽ നിന്ന് അത്യാവശ്യത്തിന് മാത്രമുള്ള വെള്ളം എല്ലാത്തിനും കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പരിപാടി. ഡയറക്റ്റ് മോട്ടർ ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിണറ്റിൽ അത്രയും വെള്ളം സഫീഷ്യൻ്റ് അല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ അന്ന് ചെയ്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്ത് നമുക്ക് പച്ചക്കറികൾ ഉണ്ട്. അത് ഒരു വരി പയർ നമ്മൾ അത്യാവശ്യം ഒരു സെറ്റ് പറിച്ചു കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്ത് മുളക്, തക്കാളിയൊക്കെ കഴിഞ്ഞു ഏകദേശം. മുളക് ഇപ്പോഴും കുറച്ച് 1-2 മുളകുണ്ട്. പിന്നെ ചതുരപ്പയർ ഉണ്ട്. ചതുരപ്പയർ നമുക്ക് ഈ വർഷത്തെ സീസൺ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മുളക് 1-2 പറിക്കാനുണ്ടെന്നാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മു അവിടെ നിന്ന് ഒരു മുളക് വിളഞ്ഞുണ്ട്, അതങ്ങ് പറിച്ചിട്ടോ. അറിയാമോ വിളഞ്ഞത്? നല്ല യെല്ലോയിഷ് കളറിൽ നിൽപ്പുണ്ട്. അത് തന്നെ, അത് പറിച്ചോ. ഓക്കെ. മറ്റത് ഒരെണ്ണം കൂടെ ഉണ്ട് അതിൽ, അപ്പുറത്തെ സൈഡിൽ നിൽക്കണ ഒരെണ്ണം. ഇതുകൂടെ പറിച്ചോ. വേണ്ട, ഇത് അതും പറിക്കാറായതാണ്. പിന്നെ നമുക്കിവിടെ ഈ കൈതച്ചക്ക അല്ലെങ്കിൽ പുറത്തിച്ചക്ക നമ്മളെ നാട്ടിൽ പറയും. ഇത് നമ്മൾ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ പാമ്പ് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ഇതൊരെണ്ണം വലുതായിട്ടുണ്ട്. ഇനി വിളയണം, സമയമെടുക്കും. അവിടെ ഒരെണ്ണം പുതിയ കൈതച്ചക്കര ചെറുതാണത്, ജസ്റ്റ് കായ്ച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പുറത്തിച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഇതിൻ്റെ മണ്ട എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ ഊന്നി വയ്ക്കും. നമ്മൾ അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ജസ്റ്റ് മണ്ണിലൊന്ന് ഊന്നി വെച്ചിരുന്നാൽ മതി. പിന്നെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ 2 വർഷം വേണം. ഒരു കൈതച്ചക്കയുടെ മണ്ട നമ്മൾ ഊന്നിക്കഴിഞ്ഞാൽ 2 വർഷം എടുക്കും കായ്ക്കാൻ. അതേസമയം ഇത് കായ്ച്ചു കഴിയുമ്പം ഇതിൻ്റെ മൂട്ടിൽ നിന്ന് തൈ വരും. 1-2 തൈ ഉണ്ടാവും. ചിലപ്പോൾ 3-4 തൈ ഉണ്ടാവും. ഇതിലില്ല തൈ, അതിലൊക്കെ തൈ ഉണ്ട്. അപ്പോൾ ആ തൈ ഇളക്കി നടയണമെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് അത് കായ്ക്കും. മണ്ട വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം വേണം. ഇതൊക്കെ നമുക്ക് എഫർട്ട് ഇല്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ്.
പിന്നെ ഇത് ശീമപ്ലാവാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പേര് പറയാന്ന് എനിക്ക് അറിയില്ല. തോരൻ വയ്ക്കാനൊക്കെ നല്ല സാധനമാണ്. ഈ ഇതിൽ ഇപ്പോൾ കാച്ചി നിൽപ്പുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഒരു സെറ്റ് കുഞ്ഞു വാഴ ഉണ്ടേ, അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് 2-3 ഇവിടെ നിൽപ്പുണ്ട്, ബാക്കി ഫ്രണ്ടിലാണുള്ളത്. ഈ നിൽക്കുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ബാച്ച് വാഴ. ഇതൊരു 3 മൂട് ഇവിടെ നിൽപ്പുണ്ട്, അപ്പുറത്തൊരു ചെറിയ ഏത്തൻ നിൽപ്പുണ്ട്, ബാക്കിയെല്ലാം വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത് ഇപ്പം നമ്മൾ ഇവിടെ നിന്നൊരു ഏത്തൻ നേരത്തെ കൊലച്ച് ആ കൊല മുറിഞ്ഞ മൂടാണ്. അപ്പോൾ ഇവിടെ കണ്ട ഇപ്പം 1, 2 ഇവിടെ 3 തൈ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഇളക്കി, ഈ മൂടെല്ലാം മൊത്തത്തിൽ ഇളക്കി മാറ്റി ഈ തൈ സെപ്പറേറ്റ് ചെയ്ത് നടുക എന്നുള്ളതാണ്. അത് നല്ല ജോലിയാണ്. അപ്പോൾ അതിനടുത്ത് സമയമുള്ള ദിവസം അതിനു വേണ്ടി ഇറങ്ങണം. അപ്പോൾ ഇത്രയും നേരം ഞാൻ നമ്മുടെ വാഴക്കൃഷിയിലെ പോസിറ്റീവ് സംഭവങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇനി നെഗറ്റീവായിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പറയാം. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പാളയംകുടൻ കൊലയാണ്. കാണുന്നുണ്ടല്ലോ, കൊല ഈ പരുവായിട്ടുണ്ട്. അപ്പം ഈ വാഴ നമ്മൾ വലിച്ചു കെട്ടി എല്ലാം നിർത്തിയിട്ടുള്ള വാഴയാണ്. പക്ഷേ ഇത് ഒടിഞ്ഞതിൻ്റെ കാരണം കാറ്റല്ല, ഇത് തടപ്പുഴുവാണ്. എന്താ ഇവിടെ ഈ ഡോട്ട് കണ്ടോ തടയിലുള്ള, ഇത് തടപ്പുഴുവിൻ്റെ അറ്റാക്ക് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ തടപ്പുഴുവിൻ്റെ അറ്റാക്ക് കൊണ്ട് നമുക്ക് ഒരു 8 വാഴ പല ഇനത്തിലായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. നമുക്ക് എന്ത് സംഭവം ചെയ്യുമ്പോഴും അതിൽ പോസിറ്റീവും നെഗറ്റീവും സാധനം ഉണ്ടാവും എന്നുള്ളൊരു സത്യം ഉള്ളത് കൊണ്ട്, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പറമ്പിലെ വിശേഷം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട്, മോസ്റ്റ്ലി ട്രാവൽ വീഡിയോ ആയിരിക്കും, നമുക്ക് ഉടനെ തന്നെ കാണാം. പറമ്പിലെ വിശേഷങ്ങൾ ഇതുപോലെ 1-2 മാസത്തിലൊരിക്കലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഫുൾ ടൈം കൃഷിയിൽ ആക്റ്റീവ് അല്ല. പിന്നെ കിട്ടുന്ന സമയത്ത് നമുക്ക് കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. നമ്മളിവിടെ നിന്ന് ഒരു കൊല എടുത്തിട്ട് നമ്മൾ അത് പഴുപ്പിച്ച് കഴിക്കുമ്പോൾ ഉള്ള സന്തോഷം, അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറെന്താണ്, അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.